എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ജൂൺ 19-ാം തീയതിയോടെ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ജൂൺ 18-ാം തീയതി വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം ഇതുവരെ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം ജൂൺ 24-ാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും നടക്കുന്നതാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് പോകാവുന്നതാണ്. അത് ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ സെയിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ജൂൺ 19-ാം തീയതി രാവിലെ 10 മണി മുതൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിൽ ജൂൺ 18-ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ജൂൺ 21-ാം തീയതി വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടി വരിക. കാരണം തേർഡ് അലോട്ട്മെൻ്റ് ആണ്. അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും നടക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 18-ാം തീയതി വൈകുന്നേരത്തോടെ അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.